أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള രക്ഷിതാക്കൾ, സഹോദരങ്ങൾ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, സ്നേഹമുള്ള മുത്തഅല്ലിം സുഹൃത്തുക്കൾ, തദ്രീബ് ഖത്മുൽ ഖുർആൻ പാരായണ പഠന ക്ലാസ്സിൻ്റെ 94-ാമത്തെ ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും. പരിശുദ്ധ റമദാനു ഷരീഫിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധ കലാം ഓതുകയും പറയുകയും അതിൻ്റെ നിയമങ്ങൾ പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന വളരെ മഹത്വമേറിയ നല്ലൊരു മജ്ലിസിലാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല റമദാനു ഷരീഫ് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന നല്ല ആളുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, റമദാനിലെ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ, അതായത് 2-ാമത്തെ 10-ലെ ബദർ ദിനമൊക്കെ നമ്മളോട് കഴിഞ്ഞു ഈ വർഷം. ഇനി ഇതാ അവസാനത്തെ 10-ലേക്ക് നമ്മൾ വരികയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, അവസാനത്തെ 10, അതായത് 3-ാമത്തെ 10 നരകമോചനത്തിൻ്റെ 10ആണെന്നാണ്. ഇത്ഖും മിനന്നാർ, നരകമോചനത്തിൻ്റെ 10ആണ്. ഒരിക്കലും റമദാനിലെ 3-ാമത്തെ 10 കഴിഞ്ഞിട്ടും നരകത്തിൽ നിന്ന് മോചിതനാകുന്ന വിധം ഒരു മനുഷ്യൻ പാകപ്പെട്ടിട്ടില്ലെങ്കിൽ വിഷയം അപകടം തന്നെയാണ്. അല്ലാഹു ജല്ല ജലാലുഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ആമീൻ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്ന ദിക്ർ കൂടുതലായി ചൊല്ലേണ്ട ദിവസങ്ങളായിരുന്നു കഴിഞ്ഞത്. ഇനി ഇതാ അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന ദിക്ർ വലിയ പ്രാർത്ഥനയാണത്. അല്ലാഹുവേ, നീ എന്നെ നരകത്തിലിടരുതേ, എനിക്കു നീ സ്വർഗം തരണേ. പടച്ചവനെ, നീ മാപ്പ് ചെയ്യുന്നത് വളരെ നന്നായി ഇഷ്ടപ്പെടുന്നവനാണ്, സാധുവാണ് ഞാൻ, നീ എനിക്ക് മാപ്പ് തരണേ അല്ലാഹ് എന്നാണ് ആ ദുആഇൻ്റെ സാരം. ഇത് മനസ്സറിഞ്ഞുകൊണ്ട് ഒരുപാട് തവണ ചൊല്ലി 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 ഈ 10 ദിവസങ്ങളിൽ, വരാനിരിക്കുന്ന ഈ അവസാനത്തെ 10 ദിവസങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മുടെ ഖൽബ് അറിഞ്ഞുകൊണ്ട് റബ്ബിനോട് പറയേണ്ട ദിവസങ്ങളാണ്. മാത്രമല്ല, അവസാനത്തെ 10-ലാണല്ലോ നമുക്കെല്ലാവർക്കും അറിയുന്ന ലൈലത്തുൽ ഖദ്ർ, 1000 മാസത്തേക്കാൾ പുണ്യമുള്ള, ഖൈറും മിൻ അൽഫി ഷഹ്ർ, 1000 മാസത്തേക്കാൾ പുണ്യമുള്ള ലൈലത്തുൽ ഖദ്ർ വരുന്നത്. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാം നിങ്ങൾ നോക്കിയേ, എവിടുന്ന് അങ്ങോട്ടുള്ള ഖുർആൻ ക്ലാസ്സിലെ ഇരുത്തമടക്കം എല്ലാം, തദ്രീബ് ശ്രദ്ധിക്കലടക്കം ശ്രവിക്കലടക്കം ഒക്കെ അതിന് പുണ്യവും വണ്ണവും കൂടിക്കൂടി വരികയാണ്. അതുകൊണ്ട് ഞാൻ കൂടുതലായി ആ ഭാഗത്തേക്ക്, ആ വിഷയത്തേക്ക് പോയി സംസാരിക്കുകയല്ല. പറയുന്നത് വളരെ വളരെ വലിയ ഗോൾഡൻ ചാൻസുകളാണ്, വളരെ വലിയ സന്ദർഭങ്ങളാണ് നമ്മുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നത്. റമദാനിലെ അവസാനത്തെ 10-ലേക്ക് നമ്മൾ എത്തുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ലൈലത്തുൽ ഖദ്റിനെ വരവേൽക്കാനും അതേപോലെ
മൊത്തത്തിൽ അവസാനത്തെ 10 നന്നായി സ്വാഗതം ചെയ്തുകൊണ്ട് അരയും തലയും മുറുക്കി എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ, അങ്ങനെ ഇബാദത്തിനു വേണ്ടി മാറ്റിവെക്കാനും നമ്മളെല്ലാവരും, ഞാനടക്കം നമ്മളെല്ലാവരും മനസ്സ് വെക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. അതോടൊപ്പം ആവർത്തിച്ചു പറയുന്നു, തദ്രീബ് കുടുംബത്തിലെ എല്ലാവർക്കു വേണ്ടിയും നിങ്ങളെല്ലാവരും പ്രത്യേകം ദുആ ചെയ്യണമേ എന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. മാഷാ അല്ലാഹ്, തദ്രീബ് കുടുംബത്തിലെ എല്ലാവർക്കു വേണ്ടിയും ഈ ദുആയിലും, ഈ എല്ലാവരും ആമീൻ പറയുന്ന ഈ ദുആയിലും, സ്വകാര്യ പ്രാർത്ഥനയിലും ദുആയിലും, അതുപോലെ നല്ല മജ്ലിസുകളിലൊക്കെ നിങ്ങളെല്ലാവരെയും ദുആയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട വളരെ നല്ല ഒരു സാലിഹായ നല്ലൊരു വ്യക്തി, അദ്ദേഹം മദീനയിലേക്ക് പോവുകയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞത്, നിങ്ങൾ മദീനയിലെത്തിയിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധം ചെന്നിട്ട് നിങ്ങൾ മുത്തുനബിയോട് നിങ്ങളെ സലാം പറഞ്ഞതിന് ശേഷം തദ്രീബ് കുടുംബത്തിലെ എല്ലാവരുടെയും ഒരു അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ് എന്ന് നിങ്ങൾ അവിടെ പറയണമെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. എല്ലാവർക്കു വേണ്ടിയും എല്ലാ സമയത്തുമുള്ള ദുആയിലുണ്ട്, നിങ്ങളുടെ ദുആയിലും ഉണ്ടാവണേ എന്ന് ഈ അവസാനത്തെ 10 പ്രവേശിക്കുന്നതിൻ്റെ ഈ മണിക്കൂറുകൾക്ക് മുമ്പ് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആകളൊക്കെ ഖബൂലാക്കട്ടെ. ഈ റമദാൻ കഴിഞ്ഞ് റമദാൻ നമ്മളോട് വിട പറയുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ സമാധാനത്തിൻ്റെ ഒരു അനുഭൂതിയുടെ, സന്തോഷത്തിൻ്റെ ഒരു വിട പറച്ചിലാവണം ഒരു നിലയ്ക്ക് അത് എന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അതിനാവശ്യമായ ഇടപെടലുകളൊക്കെ നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാവണം എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ സൂറത്തു യൂനുസിലെ 37-ാമത്തെ ആയത്ത് മുതലാണ് ഇനി ഓതാനുള്ളത്. അതിലേക്ക് വരാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وما كان هذا القرآن أن يفترى من دون الله ولكن تصديق الذي بين يديه وتفصيل الكتاب لا ريب فيه من رب العالمين. أم يقولون افتراه قل فأتوا بسورة مثله وادعوا من استطعتم من دون الله إن كنتم صادقين بل كذبوا بما لم يحيطوا بعلمه ولما يأتهم تأويله كذلك كذب الذين من قبلهم فانظر كيف كان عاقبة الظالمين. ومنهم من يؤمن به ومنهم من لا يؤمن به وربك أعلم بالمفسدين. وإن كذبوك فقل لي عملي ولكم عملكم أنتم بريئون مما أعمل وأنا بريء مما تعملون. ومنهم من يستمعون إليك أفأنت تسمع الصم ولو كانوا لا يعقلون. ومنهم من ينظر إليك أفأنت تهدي العمي ولو كانوا لا يبصرون. وما كان هذا القرآن أن يفترى من دون الله. يعني وما كان هذا القرآن أن يفترى من دون الله. നിങ്ങൾ ആ ഭാഗം മാത്രം നോക്കിക്കേ. വമാക്കാന ولكن تصديق الذي بين يديه وتفصيل الكتاب. അതും ഒന്നുകൂടെ. ولكن تصديق الذي بين يديه وتفصيل الكتاب.
ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ. അതും കൂടെ. ഇനി ആ ആയത്ത് തന്നെ നമുക്ക് ഒരുമിച്ചൊന്ന് തോന്നണേ, കേൾക്കണേ. وما كان هذا القرآن أن يفترى من دون الله ولكن تصديق الذي بين يديه وتفصيل الكتاب لا ريب فيه من رب العالمين. أم يقولون افتراه قل فأتوا بسورة مثله وادعوا من استطعتم من دون الله إن كنتم صادقين. ഓക്കെ, ഒരുമിച്ച്. أم يقولون افتراه قل فأتوا بسورة مثله وادعوا من استطعتم من دون الله إن كنتم صادقين. بل كذبوا بما لم يحيطوا بعلمه ولما يأتهم تأويله. ഒരുമിച്ചാവണേ. بل كذبوا بما لم يحيطوا بعلمه ولما يأتهم تأويله. ആരോ അവിടെ വലമ്മ യഅ്തീഹിം എന്ന് ഓതിയല്ലോ. വലമ്മ യഅ്തീഹിം ഓതിയോ? ഇല്ലട്ടോ. വലമ്മ യഅ്തിഹിം തഅ്വീലുഹു കദാലിക കذب الذين من قبلهم فانظر كيف كان عاقبة الظالمين. فانظر كيف كان عاقبة الظالمين. ومنهم من يؤمن به ومنهم من لا يؤمن به. ومنهم من يؤمن به ومنهم من لا يؤمن به وربك أعلم بالمفسدين. وربك أعلم بالمفسدين. وإن كذبوك فقل لي عملي ولكم عملكم. وإن كذبوك فقل لي عملي ولكم عملكم. അത് നമ്മൾ ഒപ്പട്ടോ, ഒപ്പം. وإن كذبوك فقل لي عملي ولكم عملكم أنتم بريئون مما أعمل وأنا بريء مما تعملون. أنتم بريئون مما أعمل وأنا بريء مما تعملون. കുറേ മദ്ദും മറ്റു കുറേ നിയമങ്ങളുണ്ടല്ലേ, ശ്രദ്ധിക്കണം. ومنهم من يستمعون إليك. ഒരുമിച്ച്. ومنهم من يستمعون إليك أفأنت تسمع الصم ولو كانوا لا يعقلون. ومنهم من ينظر إليك. ومنهم من ينظر إليك أفأنت تهدي العمي ولو كانوا لا يبصرون. ഓക്കെ, കൂടെ. أفأنت تهدي العمي ولو كانوا لا يبصرون. ബാക്കി. إن الله لا يظلم الناس شيئا ولكن الناس أنفسهم يظلمون. ويوم يحشرهم كأن لم يلبثوا إلا ساعة من النهار يتعارفون بينهم قد خسر الذين كذبوا بلقاء الله وما كانوا مهتدين. وإما نرينك بعض الذي نعدهم أو نتوفينك
فإلينا مرجعهم ثم الله شهيد على ما يفعلون. ഓക്കെ. إن الله لا يظلم الناس شيئا. ഒപ്പം ഒരുമിച്ച് إن الله لا يظلم الناس شيئا ولكن الناس أنفسهم يظلمون. ഒരുമിച്ച് ولكن الناس أنفسهم يظلمون. ويوم يحشرهم كأن لم يلبثوا إلا ساعة. اوكي. ويوم يحشرهم كأن لم يلبثوا إلا ساعة من النهار يتعارفون بينهم. എങ്ങനെ? يتعارفون بينهم. ഒപ്പമുണ്ടാവണം. قد خسر الذين كذبوا بلقاء الله وما كانوا مهتدين. ഒരുമിച്ച് قد خسر الذين كذبوا بلقاء الله وما كانوا مهتدين. وإما نرينك بعض الذي نعدهم أو نتوفينك. ഒപ്പണ്ടാവണേ. ഷദ്ദുല മീമും നൂനൊക്കെ ധാരാളമുണ്ട് മണിച്ചുകൊണ്ട്. وإما نرينك بعض الذي نعدهم أو نتوفينك فإلينا مرجعهم ثم الله شهيد على ما يفعلون. فإلينا مرجعهم ثم الله شهيد على ما يفعلون. باقي ولكل أمة رسول فإذا جاء رسولهم قضي بينهم بالقسط وهم لا يظلمون. ويقولون متى هذا الوعد إن كنتم صادقين. قل لا أملك لنفسي ضرا ولا نفعا إلا ما شاء الله لكل أمة أجل إذا جاء أجلهم فلا يستأخرون ساعة ولا يستقدمون. قل أرأيتم إن أتاكم عذابه بياتا أو نهارا ماذا يستعجل منه المجرمون. أثم إذا ما وقع آمنتم به الآن وقد كنتم به تستعجلون. ثم قيل للذين ظلموا ذوقوا عذاب الخلد هل تجزون إلا بما كنتم تكسبون. اوكي. ولكل أمة رسول. يعني ولكل أمة رسول فإذا جاء رسولهم قضي بينهم بالقسط. فإذا جاء أمة الرسول إن الرد مانيكنا توميمنا. فإذا جاء رسولهم قضي بينهم بالقسط وهم لا يظلمون. وهم لا يظلمون. ويقولون متى هذا الوعد إن كنتم صادقين. يعني ويقولون متى هذا الوعد إن كنتم صادقين. أردوكي قل لا أملك لنفسي ضرا ولا نفعا إلا ما شاء الله. അത് നിങ്ങൾ ഒറ്റക്ക് നോക്കിക്കേ. ഒന്ന് രണ്ട് നിയമങ്ങളെ ഏതെന്നറിയോ? ഓക്കെ. വല ഇദ്ഗാമും ബിഗുന്ന. അത് ശരിയായിട്ടുണ്ട്. കുറച്ചാളുകൾക്ക് ഒരു അല്ലേ
പിന്നെ ഇല്ലാ മാ ഷാ അല്ലാഹ്, അവസാനത്തെ ആ ഹാ ഉണ്ടായില്ലേ. ഇനി നമ്മളൊപ്പം ഒരുമിച്ച് ഖുൽ ലാ അംലികു ലിനഫ്സി ദർറൻ വലാ നഫ്അൻ ഇല്ലാ മാ ഷാ അല്ലാഹ് ലികുല്ലി ഉമ്മത്തിൻ അജൽ. അങ്ങനെ ലികുല്ലി ഉമ്മത്തിൻ അജൽ ഇദാ ജാഅ അജലുഹും ഫലാ യസ്തഅഖിറൂന സാഅതൻ വലാ യസ്തഖ്ദിമൂൻ. ഒരുമിച്ചിട്ടാ ഇദാ ജാഅ അജലുഹും ഫലാ യസ്തഅഖിറൂന സാഅതൻ വലാ യസ്തഖ്ദിമൂൻ. قل أرأيتم إن أتاكم عذابه بياتا أو نهارا. ഒപ്പം ഒരുമിച്ച് നോക്കി. قل أرأيتم إن أتاكم عذابه بياتا أو نهارا ماذا يستعجل منه المجرمون. ماذا يستعجل منه المجرمون. أثم إذا ما وقع آمنتم به. يعني أثم إذا ما وقع آمنتم به. നോക്കിയേ, നമ്മൾ പറഞ്ഞു എന്ത് മദ്ദുൽ ലാസിം ഉണ്ട്, അതിൽ കലിമി മുഖഫഫ് ഉണ്ട്. അത് ഖുർആനിലാകെ ഒരെണ്ണമേ വന്നിട്ടുള്ളൂ, 2 സ്ഥലത്തായിട്ടുണ്ട്. അത് സൂറത്ത് യൂനുസിലാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. അതാണിത്. അൽ ആന പോരാ, അൽ ആനയല്ല, ട്ടോ മദ്ദുൽ ലാസിമാണ്. നമ്മളെ വലദ്ദാല്ലീൻ ഇല്ലേ, അവിടെ മദ്ദുൽ ലാസിം പോലെ തന്നെ ഇവിടെയും, അതായത് ആ ലെങ്ത് ക്ലിയർ കറക്റ്റ് ആവണം. الآن وقد كنتم به تستعجلون ثم قيل للذين ظلموا ذوقوا عذاب الخلد هل تجزون إلا بما كنتم تكسبون. هل تجزون إلا بما كنتم تكسبون. باقي ويستنبئونك أحق هو قل إي وربي إنه لحق وما أنتم بمعجزين ولو أن لكل نفس ظلمت ما في الأرض لافتدت به وأسروا الندامة لما رأوا العذاب وقضي بينهم بالقسط وهم لا يظلمون ألا إن لله ما في السماوات والأرض ألا إن وعد الله حق ولكن أكثرهم لا يعلمون هو يحيي ويميت وإليه ترجعون. നോക്കിയേ, ويستنبئونك أحق هو. ശ്രദ്ധിച്ചോ, എങ്ങനെ മതിയായിരുന്നു? വയസ്തംബിഊനക അവിടെ ഇഖ്ലാബ് കൊണ്ട് ശ്രദ്ധിച്ചിട്ട് അഹഖുൻ ഹു നിർത്തുമ്പോഴേ ഹൂ. അടുത്ത് നോക്കി, ഖുൽ ഈ വറബ്ബി. ഖുൽ ഈ വറബ്ബി വേറെ സ്ഥലത്തൊന്നും കാണൂലതേ, അതുകൊണ്ട് ഇവിടെ തന്നെ ശ്രദ്ധിച്ച് പരിശീലിച്ചു പോകണം. ഖുൽ ഈ വറബ്ബി ഇന്നഹു ലഹഖ് വമാ അൻതും ബിമുഅ്ജിസീൻ ولو أن لكل نفس ظلمت ما في الأرض لافتدت به وأسروا الندامة لما رأوا العذاب وأسروا الندامة لما رأوا العذاب وقضي بينهم بالقسط وهم لا يظلمون
വഖുദിയ ബൈനഹും ബിൽ ഖിസ്തി വഹും ലാ യുദ്ലമൂൻ. അലാ ഇന്ന ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർദ് അലാ ഇന്ന വഅദല്ലാഹി ഹഖ് വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ. ഓക്കേ, അലാ ഇന്ന ലില്ലാഹി, ഇന്ന ലില്ലാഹിയാണ്, ശ്രദ്ധിക്കണം. ഹുവ യുഹ്യീ വയുമീതു വഇലൈഹി തുർജഊൻ. ഓക്കേ, ഹുവ യുഹ്യീ വയുമീതു വഇലൈഹി തുർജഊൻ. കുറച്ചുകൂടെ. يا أيها الناس قد جاءتكم موعظة من ربكم وشفاء لما في الصدور وهدى ورحمة للمؤمنين. قل بفضل الله وبرحمته فبذلك فليفرحوا هو خير مما يجمعون. قل أرأيتم ما أنزل الله لكم من رزق فجعلتم منه حراما وحلالا قل الله أذن لكم أم على الله تفترون وما ظن الذين يفترون على الله الكذب يوم القيامة إن الله لذو فضل على الناس ولكن أكثرهم لا يشكرون. وما تكون في شأن وما تتلو منه من قرآن ولا تعملون من عمل إلا كنا عليكم شهودا إذ تفيضون فيه وما يعزب عن ربك من مثقال ذرة في الأرض ولا في السماء ولا أصغر من ذلك ولا أكبر إلا في كتاب مبين. صدق الله العظيم. يا أيها الناس قد جاءتكم موعظة من ربكم وشفاء لما في الصدور وهدى ورحمة للمؤمنين. ഒരുമിച്ച് ഒപ്പം. ഓക്കേ, يا أيها الناس قد جاءتكم موعظة من ربكم وشفاء لما في الصدور وهدى ورحمة للمؤمنين. لا، قل بفضل الله وبرحمته فبذلك هو خير مما يجمعون. ഈ ആയത്ത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി. അത് നമ്മൾ ഓർത്തു വെക്കണ്ടേ. ആരാണ് നമ്മളെ മുത്തുനബി? വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. ഈ ആലമിന്, ആലം എന്ന് പറഞ്ഞാൽ തന്നെ അറബി വാക്കിനർത്ഥം മാസി വൽ ബാരി എന്നാണ്. അള്ളാഹു അല്ലാത്ത എല്ലാറ്റിനും കൂടി പറയുന്ന പേരാണ് ആലം. മനസ്സിലായോ? ആ ലോകത്തിന്, നമ്മൾ ലോകം എന്നൊക്കെ പറയും, കാരുണ്യമായിട്ടല്ലാതെ നബിയെ നിങ്ങളെ നാം അയച്ചിട്ടില്ല. അപ്പോൾ മുത്തുനബി ലോകത്തിന് മുഴുവൻ കാരുണ്യമാണ്, പ്രപഞ്ചത്തിൽ മുഴുവൻ കാരുണ്യമാണ് മുത്തുനബി, സംശയമല്ല. എന്നിട്ട് അള്ളാഹു പറയാ, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹൂ. അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് നിങ്ങൾ സന്തോഷിക്കണമെന്ന്. ധാരാളം തഫ്സീറുകളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തഫ്സീറാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് നിങ്ങൾ സന്തോഷിക്കണം. മുത്തുനബിയും ഭൂമിയിലേക്ക് പിറന്നു വീണ ദിവസമല്ലേ സന്തോഷിക്കാൻ ഏറ്റവും കൂടുതൽ ബെറ്റർ. മുസ്ലിം ലോകത്തെ എല്ലാവരും ചെയ്യുന്നതാണെന്നേ. ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും വെറുതെ പറഞ്ഞ് അവിടെ ഉണ്ടോ ഇവിടെ ഉണ്ടോ എന്നുള്ള ചോദ്യത്തിനൊന്നും പ്രസക്തിയില്ല. റബീഉൽ അവ്വൽ 12 വരുമ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വേൾഡിലേക്ക് മൊത്തം തിരിച്ചാൽ മതി. അപ്പോൾ അറിയാം അങ്ങ് മദീനയിൽ അന്തി ഉറങ്ങുന്നു, തൈബയിൽ അവിടെയുണ്ട്, ഇങ്ങനെ തുടങ്ങി എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ
അതാണ് സംഭവം. ഖുൽ അറഅയ്തും മാ അൻസലല്ലാഹു ലക്കും മിർ റിസ്ഖ് ഫജഅൽതും മിൻഹു ഹറാമൻ വഹലാലാ. ട്ടോ. പിന്നെ ഓക്കെ, ഖുൽ അല്ലാഹു മദ് ലാസിമാണ്, കലിമയാണ്, മുസക്കലാണെന്ന് മാത്രം. മുഖഫഫ് നേരത്തെ നമ്മൾ കണ്ടു. ഖുൽ അല്ലാഹു അല്ലാഹു അദിന ലക്കും അം അലല്ലാഹി തഫ്തറൂൻ വമാ ളന്നുല്ലദീന യഫ്തറൂൻ. ചിലരൊക്കെ ഓതുമ്പോൾ വമാ ളന്നുല്ലദീന ളന്നു ഇല്ല, വമാ ളന്നുല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കദിബ്. ട്ടോ, അലല്ലാഹിൽ കദിബ് യൗമൽ ഖിയാമഹ ഇന്നല്ലാഹ ലദൂ ഫദ്ലിൻ അലന്നാസ് വലാകിന്ന അക്സറഹും ലാ യഷ്കുറൂൻ. വമാ തകൂനു ഫീ ശഅ്നിൻ വമാ തത്ലൂ മിൻഹു മിൻ ഖുർആൻ വലാ തഅമലൂന മിൻ അമലിൻ ഇല്ലാ കുന്നാ അലൈക്കും ശുഹൂദാ ഇദ് തുഫീദൂന ഫീഹി. നോക്കി, വമാ യഅ്സുബു അൻ റബ്ബിക മിൻ മിസ്ഖാലി ദർറത്തിൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ. പിന്നെ നോക്കി, വലാ അസ്ഗറ മിൻ ദാലിക വലാ അക്ബർ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ സദഖല്ലാഹുൽ അദീം. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്. ദോഷങ്ങളൊക്കെ പുറത്ത് ഞങ്ങൾക്ക് ഈമാൻ ഏറ്റി തരണേ അല്ലാഹ്. റമദാൻ ഞങ്ങൾക്ക് വന്നു, ഒന്നാമത്തെ 10ഉം 2ാമത്തെ 10ഉം കഴിഞ്ഞു, 3ാമത്തെ 10ലേക്ക് ഞങ്ങൾ വരികയാണ്. പടച്ചവനെ, നരകമോചനത്തിൻ്റെ 10 ദിനങ്ങൾ സാധുക്കളായ ഞങ്ങളെ ആരെയും, ഞങ്ങളോട് ബന്ധപ്പെട്ട ആരെയും, പ്രത്യേകിച്ച് തദ്രീബ് കുടുംബത്തിലെ ആരെയും നീ നരകം കാണിക്കല്ലേ അല്ലാഹ്, സ്വർഗത്തിലെത്തിക്കണേ അല്ലാഹ്. പടച്ചവനെ, നിന്നോടല്ലാതെ ആരോട് ചോദിക്കാനുണ്ട്? നിൻ്റെ മഹ്ദായ ഫദ്ല് കൊണ്ട്, ഔദാര്യം കൊണ്ട് അല്ലാഹുവേ ഞങ്ങൾക്ക് സ്വർഗം തരണേ അല്ലാഹ്. ഞങ്ങളെ ദോഷങ്ങളൊക്കെ പുറത്തു തരണേ അല്ലാഹ്. ഞങ്ങളെ ഖൽബ് നന്നാക്കി തരണേ അല്ലാഹ്. ദുനിയാവിലോ ആഖിറത്തിലോ ഞങ്ങളെ വഷളാക്കല്ലേ അല്ലാഹ്. പടച്ചവനെ, ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സാധുക്കളായ ഞങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട്. അതെല്ലാം നീ പുറത്തു തരണേ അല്ലാഹ്, നീ പുറത്തു തരണേ അല്ലാഹ്. നിന്നെ ധിക്കരിച്ച് വന്നതല്ല, പിശാചി കണിയിൽപ്പെടുത്തി വന്നുപോയതാണ് അല്ലാഹുവേ. സാധുക്കളായ ഞങ്ങൾക്ക് നീ പൊറുക്കണേ അല്ലാഹ്, നീ പൊറുക്കണേ അല്ലാഹ്, നീ പുറത്തു തരണേ അല്ലാഹ്. പ്രായമുള്ള ഞങ്ങളെ ഉമ്മമാരും ഉപ്പമാരുണ്ട്, ഞങ്ങളെ ബന്ധപ്പെട്ടവർ, ഞങ്ങളെ ദുആ കൊണ്ട് കടപ്പെട്ടവരുണ്ട്. എല്ലാവർക്കും നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്. സാധുക്കളായ ഞങ്ങൾക്കും നിൻ്റെ പൊരുത്തത്തിൽ ഖുർആനിൻ്റെ ഖിദ്മയിൽ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഞങ്ങളെല്ലാ കാര്യങ്ങളിലും നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളിൽ മരിച്ചുപോയവരുടെ ഖബർ സ്വർഗ്ഗമാക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم وبارك على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته. صلاة الله سلام الله عليك يا رسول الله. صلاة الله سلام الله عليك يا حبيب الله. توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله. إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله. صلاة الله سلام الله عليك يا رسول الله. صلاة الله سلام الله عليك يا حبيب الله.